ഇങ്ങനെ ദാൽ ലേക്കിന്റെ നടുവിൽ കൂടെ ഇങ്ങനെ. നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ. ഞാനിപ്പോ ഉള്ളത് ഷിക്കാര വള്ളത്തിലാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കച്ചവടത്തിന് വന്നതാണ് കേട്ടോ. ഈ ദാൽ ലേക്കിന്റെ കുറേ ഷിക്കാര വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ബൈ. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ദാൽ ലേക്കിന്റെ അകത്തുള്ള ഹൗസ് ബോട്ടിലാണ് കേട്ടോ. ആക്ച്വലി ഞാൻ വന്ന ഷിക്കാര ബോട്ടാണ് അത്. കണ്ടല്ലോ, രാത്രിയിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഷിക്കാര ബോട്ടിൽ വരുന്നതും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തെങ്കിലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രി ആയതുകൊണ്ട്. സോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ രാവിലെ ഷൂട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമുക്ക് ഹൗസ് ബോട്ട് കാണാം, അതിന്റെ അകത്ത് ഉള്ള കാഴ്ചകളൊക്കെ കാണാം. വരൂ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ വീട് തൽക്കാലത്തേക്ക് ഹൗസ് ബോട്ട്. ഓക്കെ, അപ്പം ഹൗസ് ബോട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ലേക്കിന്റെ ദാൽ ലേക്കിന്റെ സെന്ററിലല്ല കേട്ടോ ഈ ഹൗസ് ബോട്ട് ഉള്ളത്. കുറച്ച് കരയോട് അടുപ്പിച്ചിട്ടാണ് ഇതുള്ളത്. ലൈക്ക് ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് അല്ല, ഫിക്സ്ഡ് ആണ്. അതാണ് ഈ ഹൗസ് ബോട്ടിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിന്റെ അകത്തേക്ക് പോവാം. ഇവിടുന്ന് ഉണ്ടല്ലോ ഈ ഹൗസ് ബോട്ടിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടണം നമ്മുടെ വീട്ടിലേക്ക് പുറത്ത് നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലുള്ള സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട്, സൈഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ പുറത്തേക്ക് നോക്കുക, ലേക്ക് വ്യൂ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. അതർ എൻഡിൽ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള ഒരുപാട് ഹൗസ് ബോട്ട്സ് ആണ്. അതൊക്കെ വീടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാറ്റിലും ലൈറ്റ്സ് കണ്ടില്ലേ, ദാറ്റ് മീൻസ് എല്ലാറ്റിലും ഇപ്പൊ ആൾക്കാർ താമസിക്കുന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം പുറത്തെ കാഴ്ച ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോ എന്താണ് ആദ്യം ശ്രദ്ധിക്കുക, കാലിലുള്ള ഷൂസ് പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണ്ട കയറാൻ. എന്റെ ഷൂസ് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിന്റെ അകത്തേക്ക് വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം നമുക്കൊരു ഹാളുണ്ട്. ഓക്കെ, ഇപ്പൊ ഗസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള സോഫയും അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളെ ഇവിടെ ഷിക്കാര ബോട്ടിൽ കൊണ്ടുവരും ഒക്കെ ചെയ്ത ആളെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ആളകത്തേക്ക് ഓടി. ഓക്കെ, ഇത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇവിടെയൊക്കെ സോഫ, പിന്നെ ടേബിൾ, ഒരു TV ഉണ്ട്, ബുക്സ് വായിക്കുന്നവർക്ക് ഇവിടെ ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, വലിയൊരു എന്താ ഫ്ലവർ പോട്ട്, അടിപൊളി ലൈറ്റ്സ്, നല്ല സൂപ്പർ ഹോളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇതിന്റെ അകത്ത് കയറിയിട്ട് ഞാനൊരു ഹൗസ് ബോട്ടിന്റെ അകത്താണുള്ളത് എന്ന് സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളി അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡിലും ഉണ്ട്. ഇതൊരു നല്ല ഭംഗിയുള്ള, ആക്ച്വലി ഐ തിങ്ക് ഇതുണ്ടല്ലോ നമ്മുടെ വാൽനട്ടില്ലേ അതിന്റെ പിന്നെ മരത്തിനെ കൊണ്ടാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ അവരുടെ എന്തൊക്കെയോ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ഇവിടെയും ഒത്തിരി ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം. വരും. അങ്ങനെ നമ്മള് നെക്സ്റ്റ് ഇതിന്റെ അകത്തോട്ടേക്ക് പോവാണ്. നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ചെയർസ് ഉണ്ട്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ചെയറൊക്കെ എടുത്തോണ്ടിട്ട് ഇതിന് ചുറ്റിൽ വെക്കും. പിന്നെ ഇത് കണ്ടോ ഈ ഷെൽഫ്, ഇതിന്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഗ്ലാസും കപ്പും ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ ടേബിളിൽ വിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡില് ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഈ ഷെൽഫിലാണെങ്കിൽ നമ്മുടെ ടീ ഓർ കോഫി മഗ് ഐറ്റംസ് ഒക്കെ, പ്ലേറ്റ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷെൽഫിലും കോഫി മഗും പ്ലേറ്റ്സും ഐറ്റംസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തിരിക്കണം ഒരു ഡൈനിങ് ഏരിയ. ഓക്കെ, ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഒരു ഇടവഴിയാണ് കേട്ടോ. ബിക്കോസ് വീട് പോലെ തോന്നിക്കുമെങ്കിലും ഇതൊരു ഹൗസ് ബോട്ടാണ്. സോ നമ്മള് ആക്ച്വലി ഓക്കെ, ഇതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കുറച്ച് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ അവര് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇടവഴിയിൽ കൂടെ എവിടേക്ക് പോണു? നമ്മുടെ ബെഡ്റൂമിലേക്ക് പോണു. വരും. ഈ ഇടവഴിയിൽ കൂടെ എഗെയിൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഈ 2 ബെഡ്റൂംസ് ആണ് കേട്ടോ നമ്മള് ബുക്ക് ചെയ്തിരിക്കണത്. അപ്പോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഓക്കെ, ട്വിൻ ബെഡാണ്. നല്ല അടിപൊളി ബെഡ്റൂം ആണ് കേട്ടോ. നല്ല വളരെ നീറ്റാണ്. ബെഡ് കണ്ടില്ലേ? നല്ല അടിപൊളി നീറ്റ് ആക്കിയിട്ട് നമുക്ക് ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു, നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി ചില ഹൗസ് ബോട്ട് അത്രയ്ക്ക് വൃത്തി ഉണ്ടാവില്ല അല്ലെ? ചിലത് കേട്ടോ, എല്ലാ ഹൗസ് ബോട്ടും എന്ന് പറയുന്നില്ല, നമുക്കൊരു എന്തോ പോലെ ഉണ്ടാവില്ലേ വേറെ ആര് യൂസ് ചെയ്ത്. പക്ഷെ ഇത് ഭയങ്കര നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു അടിപൊളിയാണ്. അപ്പം ടി വി ഉണ്ട്, ചെറിയ ഒരു ടേബിൾ, ചെയർ, പിന്നെ അത് നമ്മുടെ ബാഗ്സ് ആണ്. പിന്നെ ട്വിൻ ബെഡ്, നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് വിൻഡോ ആണ്, പുറത്തേക്കുള്ള വ്യൂ അത്ര നല്ലതല്ല. നോക്കി, ഇതിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാല് ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട്. നോക്കി, ഡ്രസ്സിംഗ് റൂം അടിപൊളിയാണ്. കവേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നമ്മൾ പോകുന്നത് വാഷ്റൂമിലേക്കാണ്. ഓക്കെ, വാഷ്റൂം ഏരിയ ഉണ്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. സെയിം അപ്പുറത്ത് കാണിച്ചില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതും ട്വിൻ ബെഡ് ആണ്. ഇവിടെയും ഒരു ഡ്രസ്സിംഗ് റൂം ഏരിയ ആണ്. നേരത്തെ മറ്റേ റൂം കാണിച്ചില്ലേ, സെയിം ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ അതിന്റെ അകത്ത് വാഷ്റൂമാണ്. നല്ല അടിപൊളി നീറ്റ് ആയിട്ടുള്ള വാഷ്റൂം. ഓക്കെ, ഇത്രയൊക്കെയാണ് കേട്ടോ ഹൗസ് ബോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ? രാത്രിയാണ് ഞാൻ കാണിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഒന്നുകൂടെ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. കൂടെ ഷിക്കാര, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇനി കാണാനുണ്ടല്ലോ, രാത്രി കാണിക്കാൻ പറ്റാത്തത്. അതൊക്കെ നാളെ രാവിലെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, अलग चीज है, अलग जैकेट. ഹലോ, അപ്പൊ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഷിക്കാര, വെള്ളം, അതേപോലെ ദാലിലേക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ കഴിഞ്ഞു.
ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ദാൽ ലേക്കും ഈ ഷിക്കാര വെള്ളങ്ങളൊക്കെ ഇങ്ങനെ പോണത് കണ്ടോ, അതൊക്കെ കണ്ടിട്ട് കണ്ടോ. ഈ ചെറിയ ചെറിയ വള്ളങ്ങള് അതിനാണ് കേട്ടോ ഷിക്കാര വെള്ളം എന്ന് പറയണത്. അതില് ഞങ്ങളിപ്പോ ഉള്ളത് ശ്രീനഗറിലുള്ള ദാൽ ലേക്കുള്ള ഹൗസ് ബോട്ടിലാണ്. ഓക്കെ, അപ്പം ഇതിന്റെ മെയിൻ ബോട്ട് ജെട്ടിന്ന് ഈ ഹൗസ് ബോട്ടിലേക്ക് ഈ ഷിക്കാര വെള്ളത്തിലാണ് നമ്മളെ കൊണ്ടുവരിക. മാത്രല്ല കേട്ടോ, ഈ കാണുന്ന ഷിക്കാര വെള്ളത്തിലൊക്കെ കച്ചവടം നടത്തുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴി കാണിച്ചു തരാം. ഓക്കെ, ഹായ്, ഞാനിപ്പോ ഉള്ളത് ഷിക്കാര വെള്ളത്തിലാണ് കേട്ടോ. ദാൽ ലേക്കിൽ, ശ്രീനഗറിലുള്ള ദാൽ ലേക്കിന്റെ നടുവിലാണ് ഞാനിപ്പോ ഉള്ളത്. ഷിക്കാര വെള്ളത്തിലാണ് ഉള്ളത്. ഹൗസ് ബോട്ടിലായിരുന്നു രാത്രി സ്റ്റേ. ഞാൻ അതൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പം ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ ലേക്കില് കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മൈ ബ്രദർ ഈസ് ഹിയർ. ആൻഡ് നിങ്ങൾ സൈഡിലൊക്കെ കുറെ വള്ളങ്ങൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ സെയിലിംഗ് നടത്തുന്ന കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അതിനെ പറയണത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് കേട്ടോ. ഇതുപോലുള്ള ഷിക്കാര വള്ളത്തിൽ തന്നെ ചിലര് വരും, അതല്ലാത്തവര് നോർമൽ പിന്നെ വള്ളത്തിൽ വന്നിട്ട് സെയിലിംഗ് നടത്തുകയാണ്, കച്ചവടം നടത്തുകയാണ്. ഇവിടെ നിന്ന് പറയണത് ഇതുവരെ സ്വർണം, വെള്ളി വരെയുള്ള ഐറ്റംസ് വരെ സെയിലിംഗ് നടത്തുന്നുണ്ടെന്നാണ് കേട്ടത്. പക്ഷെ ഇതുവരെ നമ്മുടെ അടുത്ത് സ്വർണം വെള്ളിയൊന്നും എത്തിയിട്ടില്ല, വെയിറ്റിംഗ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു 2 hours ഈ ദാൽ ലേക്കിന്റെ നടുവിലുണ്ടാവും. അപ്പൊ ഞാൻ കാഴ്ചകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അതുവരെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഹൗസ് ബോട്ടിലുള്ള സ്റ്റേ? അപ്പം ഹൗസ് ബോട്ടിൽ രാത്രി സ്റ്റേ ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഹൗസ് ബോട്ടിലാണുള്ളതൊന്നും തോന്നിയില്ല. നല്ല വീട്ടിൽ തന്നെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ഹോംലി ഫീലിംഗ്. അപ്പൊ അടിപൊളിയാണ്. ദാൽ ലേക്കിന്റെ സെന്ററിലാണ് ഇപ്പൊ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ് ആ ഒരു ഫീലിംഗ്. കണ്ടോളൂ നിങ്ങള്. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാത്രിയും കൂടെ സ്റ്റേ ചെയ്യാൻ പോണത് ഇവിടെയാണ് കേട്ടോ. കണ്ടോ, സൈഡിലൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് കേട്ടോ ഇതിനെ പറയണത്. ഇത് കുറെ ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടിട്ട് വരുന്നവരാണ്. സാഫ്രോൺ സെയിലിങ്ങിന് വന്നതാണിത്. കണ്ടോ, ഇതൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ആ സൈഡിൽ കാണുന്നതൊക്കെ അഗെയിൻ ഹൗസ് ബോട്ട്സ് ആണ്. അതിലൊക്കെ ഇന്നലെ രാത്രി ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അതിലൊക്കെയും ആൾക്കാർ താമസിച്ചുണ്ടായിരുന്നു. കണ്ടോ, അനദർ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ, ഇതിന്റെ അകത്തുണ്ടല്ലോ, ഇതാ ഇതൊരു കച്ചവടത്തിന് വന്നതാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഇത് വള ഐറ്റംസ്, വെള്ളി. ആ, ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളി ഐറ്റംസ്. അവര് പറയുന്നത് എന്താ അറിയോ, ഇതിന്റെ അകത്തുള്ള ഈ സ്റ്റോണൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സ്റ്റോൺ ആണെന്നാണ് കേട്ടോ പറയുന്നത്. സത്യമാണോന്നറിയില്ല. ഇത് കണ്ടോ, പിന്നെ ഫോട്ടോ എടുത്തിരുന്നാണ് കേട്ടോ പറയണത്. ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് എടുക്കണോ വേണ്ടയോന്ന്. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ. सलाम साहब, गुड मॉर्निंग। हम गांव से हम छोटा छोटा आइटम बनाते और बेचते चलते चलते।
നല്ല സുഖമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീർ ശ്രീനഗറിലുള്ള ദാൽ ലേക്കിന്റെ സെന്ററിലാണ് കേട്ടോ. സോ ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാണ്. മാത്രല്ല ഏത് ചൂടുള്ള നാട്ടിൽ പോയി കഴിഞ്ഞാലും ലേക്കിന്റെ സെന്ററിൽ നിന്നിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പാണല്ലോ. അപ്പൊ ഓൾറെഡി ഇവിടെ തണുപ്പാണ്, അതിന്റെ കൂടെ ദാൽ ലേക്കിന്റെ സെന്ററിലും കൂടിയാണ് ഇരിക്കണത്. അപ്പം നല്ല തണുപ്പാണ്, പക്ഷെ ഒരു നല്ല സുഖമുള്ള തണുപ്പാണ്. അല്ലേ അല്ലേ എന്താ അപ്പൊ നല്ല രസമുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കച്ചവടക്കാര് വരും, ഓരോരോ കാര്യങ്ങൾ. ഇവിടെ ഒരു വലിയ കച്ചവടക്കാരൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ വലിയ വലിയ ഐറ്റംസ് ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ അകത്തുണ്ടല്ലോ സ്വീറ്റ്സ്, ബിസ്ക്കറ്റ്സ്, മിനറൽ വാട്ടർ, ലേസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിന്റെ അകത്തുള്ളത്. സ്പ്രൈറ്റ് കണ്ടോ, ഇങ്ങനെയുള്ള ഐറ്റംസ് വരെ ഇവിടെ കൊണ്ടുവരും ലേക്കിന്റെ മിഡില്. നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ട് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരൊക്കെയും അല്ല കേട്ടോ, ഈ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളവര് നമ്മളെപ്പോലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയവരാണ്. ഒരു ഫാമിലിയാണ് ഇതിന്റെ അകത്തുള്ളത്. ഇത് ഹൗസ് ബോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് മുന്നിലുള്ളത് ഷിക്കാറ വള്ളം കണ്ടോ. ഒത്തിരി നമ്മളെപ്പോലെ തന്നെ കുറെ ഫാമിലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കറ്റ് വെക്കാൻ വന്നിട്ടില്ലല്ലോ. ഈ കാണുന്ന പോയിന്റ് ഇല്ലേ, ഇവിടെ നിന്നാണ് കേട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ബിഗിനിങ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്നാണ് ഇവരെല്ലാം കൂടെ പിന്നെ കുറച്ച് ദൂരേക്കൊക്കെ സെയിലിങ്ങിന് വരുന്നത്. ഇവിടെയൊക്കെ കുറെ ഷോപ്സ് ഉണ്ട്. ഈ ദാൽ ലേക്കിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഷോപ്സ് എല്ലാം ഉള്ളത്. ദാറ്റ് മീൻസ് നമുക്കിപ്പോ ഈ ഷിക്കാറ വെള്ളം അങ്ങോട്ട് അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോപ്പിൽ കയറിയിട്ട് ഷോപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല സുഖമുള്ള ഒരു അനുഭവമാണിത്. നല്ല തണുത്ത കാറ്റും ഇങ്ങനെ ദാൽ ലേക്കിന്റെ നടുവിൽ കൂടെ ഇങ്ങനെ അടിപൊളിയുണ്ട്. ഇവിടെ ഒത്തിരി ഷിക്കാറ ബോട്ട്സ് കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ടോ, ഒരുപാട് ദൂരെ വരെയുണ്ട്. ഇവിടെ കണ്ടോ കൊറേ പച്ചക്കറി കട വരെ ഉണ്ട്. ഇവിടെ നമുക്ക് വെജിറ്റബിൾ ഷോപ്സ് അത് വരെ ഉണ്ട്. അതും നമുക്കിത് ഈ ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ വെജിറ്റബിൾസ് വരെ വാങ്ങാം. കണ്ടോ, സാരി, സൽവാർ, സാരില്ല. ഇതുണ്ട് ആന്റിക് ഐറ്റംസ് വിൽക്കണ ഒരു ഷോപ്പാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഗൈഡ് ഉണ്ടല്ലോ, ആള് പറഞ്ഞത് ഇവിടെ കയറി കഴിഞ്ഞാൽ കുറെ നമുക്ക് ആവശ്യമുള്ള ആന്റിക് ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റും എന്നാണ്. ഞാനിപ്പോ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ആന്റിക് ഐറ്റംസ് വിൽക്കണ ഷോപ്പ് ഉണ്ടെന്ന്.
ആ ഷോപ്പിന്റെ അകത്താണ് കേട്ടോ ഞാനുള്ളത്. ഞാൻ കാണിച്ചു തരാം. യെസ്, കാണിച്ചു. ഇതല്ലാണോ നേരത്തെ കാണിച്ചു? ഇത് വെയിറ്റ് ഇല്ലേ? इसमें वाला वो हुक वाला होना चाहिए. राउंड नाचों नहीं चाहिए. ये सेम चीज स्ट्रेट करेगा. उसका बाद करेगा. ऐसे एक വാപ്പ ഇത് നോക്കുന്നു. വലിയ വലിയ पैसा मत दीजिए, कुछ पैसा मत दीजिए. अगर पैसा के लिए ठीक होगी तो നല്ല എന്താ പറയാ, കുറഞ്ഞ വിലയിൽ നല്ല കുറഞ്ഞ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് ഹൈ ആന്റിക് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിലയുണ്ടാവില്ലേ, ആ ഒരു റേഞ്ചിലൊന്നും ഇല്ല. എങ്ങനെയുണ്ട് ഈ ഷോപ്പ്? എടാ അടിപൊളി അല്ലാണ്ട് നിനക്ക് വേറൊന്നും പറയാൻ അറിയില്ല. നീ എന്തെങ്കിലും 2 വാക്ക് പറയൂ. പിന്നെന്താ എടുത്താ എന്തെടുത്താ നോക്കിട്ട് നോക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. folding one, going like this, sir. Folding. Similar things for dry fruits, sir. ഇവിടെ ഒരാള് ഒരു ബോക്സ് തുറക്കാൻ കഷ്ടപ്പെടുകയാണ്. സിഫി, come on, you can. Nice one. Oh. for me. It is. Nice keychain. ഈ സാധനം ആക്ച്വലി ഈ ബോക്സ് ഉണ്ടല്ലോ അയാൾ ചലഞ്ച് ചെയ്തിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു. അഡ്വക്കേറ്റ് ആൻഡ് മൈ ബ്രദർ ഡിഡ് ഇറ്റ്. सर जी ये इंजीनियर यहाँ पर आता है वो കശ്മീർ. ऊपर वाले के हाथ में ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കണ ഷോപ്പാണ് കേട്ടോ. അത്തറോ ഉണ്ടാവും. ഒരു കാര്യം പറഞ്ഞുതരാം. കാശ്മീരിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ നട്ട്സ് ഒക്കെ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കുമല്ലോ അതിന്റെ കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ നടക്കണതല്ലേ. അത് നമുക്ക് പിന്നെ ഒറിജിനൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും എന്നാണ് इसका एसेंशियल ऑयल निकल जाता है, लेकिन जो कश्मीर है यहाँ पे इंडस्ट्रीज और फैक्ट्रीज बैंड है. हम ऐसा कुछ भी काम नहीं करते, हम ना ही हम इसको कंप्रेस करते हैं, ना ही हम पेस्टिसाइड. जो सैफरन है बहुत सारे बंदे यहाँ पे नकली भी बेचते हैं. They sell artificial saffron and call it natural. So how to distinguish between natural and the wrong one? See sir, how to distinguish. अगर आप डिस्टिंग्विश करना चाहते हैं तो आप पहले इसका एक एंड देखिए. It will be bulged out, it will be a bit thicker, and see the another end, it will be a bit thinner. जो ये थिनर एंड रहता है अटैच विद द फूल के साथ, ये फ्लावर के साथ अटैच रहता है. और केवल एक फूल में 3 स्टिग्मास रहते हैं, जस्ट 3 स्टिग्मास इन 1 फ्लावर, नॉट मोर देन दैट. सी
सैफरन जो है ये बहुत सारी फेशियल क्रीम्स में भी पड़ता है। अगर आपने सैफरन जो है अपना अरोमा धीरे धीरे अपना कलर धीरे धीरे छोड़ता है, देखिए कैसे देगा। सी हाउ इट्स गिविंग इट कलर, इस कलर। लेकिन अपना बेस कलर कभी नहीं छोड़ा, जैसे लाल है लाल ही रहेगा, हरा नीला पीला ऐसा इसमें कुछ भी नहीं होता है। देखिए अभी कल मार्केट में नकली सैफरन भी आया है जिसको यहाँ पे लोग बोलते हैं असली है, वो आता है ये वाला। यहाँ पे बंदे लाइक 100 रुपीज 150 रुपीज सेल करते हैं। देखिए दिस इज मेड फ्रॉम प्लास्टिक एंड इट्स रियली हार्मफुल फॉर लाइफ। But it is also the same. I will no? explain to you. I will explain to you. If you will see a bit like closely, from this end to this end is the same. The जिसकी मोटाई रहती है, the thickness is same. But if you will see in the real one, you will find to know that it's getting like a bit like thinner. From this end to this end, if you will see. ഒരേ വണ്ണാണുള്ളത്. And if you will see, and if you will compare the natural one and the artificial one, you will get to know the thinner one have the golden threads. See. Oh yeah. You will get to know. You can distinguish from natural to the wrong And the one. focus the ആണ്. artificial one. ഇതാണ് കേട്ടോ ഒറിജിനൽ. ഇതിന് ഒരു ഗോൾഡൻ कैसे കളർ रंग दे ആയിരിക്കും. പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് സെയിം പോലെയാണ്, ഒരേപോലെയാണ്, കളർ ചേഞ്ച് ഒന്നുമില്ല. हम So, saffron को original extract one करते हैं and इसके the फ्लावर से, duplicate that's called a saffron flower. You will see. You will get some idea. आपके वहाँ जो आते हैं वो आते हैं कैलिफोर्निया से इंपोर्ट आते हैं। उनमें और इनमें क्या अंतर रहता है? अंतर रहता है ऑयल कंटेंट का। देखिए जैसे मैं इसमें हल्का दाना ले रहा हूँ, देखिए इसमें कितना ऑयल निकल रहा है। ये जो ऑयल है ये रहता है रिच इन ओमेगा 3 फैटी एसिड्स। ओमेगा 3 जो रहते हैं हार्ट के लिए बहुत ही बेनिफिशियल। I got it. या कश्मीरी मामरा ഇതിന്റെ आलमंड। ടേസ്റ്റ് നോക്കിയാ കേട്ടോ, വാൽനട്ട്. आपके वहाँ जो आलमंड्स आते हैं वॉलेटिल मामरा आलमंड, मामरा आलमंड जो रहते हैं यहाँ के, ये बहुत ही छोटे रहते हैं। ഇയാള് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഞെക്കി പിഴിയുമ്പോ ഇതിന്റെ അകത്ത് ഓയിൽ വരുന്ന विटामिन ई जो रहता है ഇതിന് हेयर के लिए बहुत ही अच्छा ഓയിൽ रहता है। വരുന്നുണ്ട്. या ये अच्छा रहता है। ദാറ്റ് മീൻസ് ഞാൻ ഇത്ര നാളും കഴിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോഴാണ് ഞങ്ങൾ ഒറിജിനൽ എന്താണെന്ന് കണ്ടത്. ഇപ്പൊ ഇതിന് ആക്ച്വലി മുമ്പ് കഴിയുമ്പോൾ ചെറിയൊരു കയ്പ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. या कश्मीरी माउंटेन ആ गार्लिक കഴിപ്പില്ല. देखिए सर, മിഷൻ കാശ്മീർ. हाँ, इस बोट का नाम है अनारकली डिस्को चली। ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗറിലെ हाँ, कैटरीना दाल where are you लेके from? From Katrina? ഓക്കെ. ഈ ദാൽ ലേക്കിന്റെ Katrina Fair. ഇങ്ങനെ എന്താ കഴിച്ചത് എന്നെ കൊണ്ട് Katrina, where are you from? From Thailand? Fly for same Thailand. നൈസ് മീറ്റ് യു. സോ നമ്മള് പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ Where are you from? From Kerala or Chennai? കേരള. Okay, Kerala. So nice. താങ്ക് യു. My name is Lily. Don't be silly. Yeah. യാ ഡോണ്ട് ബി സിലി. Yeah. All be silly. So what about octopus seeds? Frog seeds? No? Nothing? Nothing anarkali disco chili. Okay, Katrina. ഓക്കെ ബൈ. പറഞ്ഞു തന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉള്ളത് സോ മച്ച് ഓഫ് ഡിസ്റ്റർബൻസ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഉള്ളത് ദാൽ ലേക്കിലാണ് കേട്ടോ. ഈ ദാൽ ലേക്കിന് മലയാളീസിന് അറിയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? നമ്മുടെ മലയാളം മൂവിയില്ലേ കീർത്തി ചക്ര, അതിന്റെ ആ മൂവി തുടങ്ങുന്ന ബിഗിനിങ്ങിൽ തന്നെ ഒരു സോങ് ഇല്ലേ, ഹുദാസേ ആ സോങ് ഇല്ലേ, ആ സോങ് ഷൂട്ട് ചെയ്തത് ഈ ദാൽ ലേക്ക് എന്നാണ് കേട്ടോ. നിങ്ങൾ ഉടനെ പോയിട്ട് ആ സോങ് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നല്ല ഒരു എന്താ പറയാ, ആ കീർത്തി ചക്ര മൂവി കാണുമ്പോൾ ഒരു നല്ല സുഖമുള്ള ഒരു അനുഭവം. ഓക്കെ, അപ്പോ ആ ദാൽ ലേക്കിലാണ് ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ ഉള്ളത്.
നമ്മള് ഈ പിന്നെ ബോട്ടിന്റെ അകത്ത് കയറിയത് രാവിലെ, നമ്മുടെ ഈ ഷിക്കാര ബോട്ടിന്റെ അകത്ത് കയറിയതുണ്ടല്ലോ രാവിലെ ഒരു 9 മണി കയറിയതാണ് കേട്ടോ. ഇപ്പൊ സമയം 11 മണിയായി. അതിന്റെ ഇടയില് ഈ ബോട്ട് കൊണ്ടുപോയിട്ട് ഒരു പിന്നെ ആന്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കണ ഒരു ഷോപ്പിലേക്ക് കൊണ്ട് നിർത്തി ഞങ്ങൾ അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു മേ ബി 45 മിനിറ്റ്സ് അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ എഗെയിൻ ദാലേക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന്റെ എവറി ആംഗിൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഏരിയ ഒക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ലീഫൊക്കെ ഇങ്ങനെ വീണിട്ട് ഒരു കണ്ടോ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്, ലേസ് പാക്കറ്റ്സ്. അങ്ങനെയുള്ള ഏരിയയും ഇതിലുണ്ട്, പക്ഷെ വൃത്തിയുള്ള ഏരിയയും ഉണ്ട് കേട്ടോ. എന്താ ദാൽ ലേക്കിന്റെ ആക്ച്വൽ ഏരിയ ഉണ്ടല്ലോ, അത് രാവിലെ ഒരു ബോട്ടിൽ വന്നിട്ട് തോണിയിൽ വന്നിട്ട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് ദാൽ ലേക്കിന്റെ പിന്നാമ്പുറമാണ് ആക്ച്വലി. ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ അവിടെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അതെയല്ലേ. അപ്പം അതാണിപ്പം മുസി പറഞ്ഞത്. ദാൽ ലേക്കിന്റെ മെയിൻ ഏരിയക്ക് അവർ എവറി ഡേ മോർണിംഗ് ക്ലീൻ ചെയ്യാറുണ്ട്. നമ്മള് എവറി ആംഗിൾ കാണുകയാണല്ലോ, അപ്പം ബാക്ക് സൈഡിലുള്ള ഭാഗങ്ങളൊക്കെയാണ് കുറച്ചിങ്ങനെ ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കണത്. അങ്ങനെ പാപ്പ പറയൂ. Everything fine. ഓൾ ഗുഡ്. നമ്മള് ഇപ്പൊ നിക്കണുണ്ടല്ലോ ഈ ലേക്കിന്റെ ഈ പോർഷൻ, ഇവിടെ നിന്നാണ് മീന ബസാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൈദർ മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഷാഹിദ് കപൂറിന്റെ. ആ മൂവി ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. സി, ഇവിടെ നിന്നാണ് ഹൈദർ മൂവി ഷൂട്ട് ചെയ്തത്. ഏഷ്യൻ ക്രാഫ്റ്റ് ഹൗസ്. ഇപ്പൊ കുറച്ച് തണുപ്പ് കുറയുന്നുണ്ട് അല്ലേ? വെള്ളത്തിൽ കൈയിട്ട് വേണ്ട. आइसक्रीम नहीं दे रहा, इसको बोलते हैं कश्मीरी गुलबदन, एक कुल्फी जैसा होता है, ड्राई फ्रूट्स। अच्छा वाला दे दो। इसको बोलते हैं प्यार मोहब्बत विदाउट नफरत। ओहो, आइसक्रीम तौफीक भाई खाएगा? ले लो ना. കണ്ടോ, ഇവിടുത്തെ വെള്ളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. അപ്പം ഇവിടെ എവറി ഡേ മോർണിംഗ് ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. നേരത്തെ ഞാൻ കാണിച്ചത് ബാക്ക് സൈഡാ, അവിടെ അത്ര വൃത്തിയില്ലായിരുന്നു. ഇവിടെ അടിപൊളിയാ. ഒറ്റക്കപ്പ വെള്ളം. നോക്കിയ ഷിക്കാറ ബോട്ട്സ് കണ്ടോ, ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കാണ്. വെള്ളമല്ല, വള്ളം. വെള്ളത്തിൽ പോകുന്ന വെള്ളം, ഷിക്കാര വള്ളം. നമ്മൾ കരയിലേക്ക് എത്തി. കണ്ടോ,
ബ്യൂട്ടിഫുൾ ഷിക്കാര വെള്ളം. ഇതാണ് ബോട്ട് ജെട്ടി. കണ്ടോ, നിറയെ ഷിക്കാര വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മള് ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോ റോഡിലേക്ക് വന്നു ഗുൽമർഗിലേക്ക് പോവാൻ പോവാണ്. അപ്പം തിരിച്ചേക്കും ഹൗസ് ബോട്ടിലേക്ക് തന്നെ എത്തും. ഫോർ എ ഷോർട്ട് ടൈം ഗുൽമർഗിലേക്ക് പോവാൻ പോവാണ് കേട്ടോ. അവിടെ കറങ്ങി വന്നിട്ട് അഗെയിൻ വി വിൽ ബി ബാക്ക് ടു ദാൽ ലേക്ക്. ഓക്കെ, അപ്പം ബാക്കി വിശേഷം ഗുൽമർഗിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ.